വെൽക്കം ടു സ്മാർട്ട് ആൻഡ് സിമ്പിൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് സിലബസ് 8th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ചാപ്റ്റർ 1 ഏർലി ഹ്യൂമൻ ലൈഫ് എന്ന ചാപ്റ്ററാണ്. ആദ്യകാല മനുഷ്യ ജീവിതത്തെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യകാലങ്ങളിൽ മനുഷ്യർ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത് കല്ലുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തെ സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗം എന്നാണ് പറയുന്നത്. ഈ സ്റ്റോൺ ഏജിനെ നമ്മൾ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. പാലിയോലിത്തിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗം, മെസോലിത്തിക് ഏജ് അഥവാ മധ്യശിലായുഗം ആൻഡ് നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗം. ഈ 3 യുഗങ്ങളിലും അന്നത്തെ കാലത്തെ മനുഷ്യർ കല്ലുകളാണ് ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. സ്റ്റോൺ ഏജിൻ്റെ അവസാന കാലങ്ങളിൽ അവർ കല്ലുകൾക്ക് പുറമെ കോപ്പർ ടൂൾസ് അഥവാ ചെമ്പ് കൊണ്ടുള്ള ആയുധങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ തുടർന്നു വരുന്ന കാലഘട്ടം കാൽക്കോലിത്തിക് ഏജ് എന്നാണ് അറിയപ്പെടുന്നത്, അഥവാ താമ്രശിലായുഗം. ഇത് ചില സ്ഥലങ്ങളിൽ ചാൽക്കോലിത്തിക് ഏജ് എന്നും പ്രൊനൗൺസ് ചെയ്യാറുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ പറയുന്നത് പാലിയോലിത്തിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗം. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ ജീവിത രീതിയെക്കുറിച്ച് നമുക്ക് തെളിവുകൾ ലഭിക്കുന്നത് ഗുഹാചിത്രങ്ങളിൽ നിന്നാണ്. ആദ്യം തന്നെ നമുക്ക് 4 ഗുഹാചിത്രങ്ങളെ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ കാണിച്ചിരിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഡാൻസിൻ്റെ പിക്ചറാണ്. ഇത് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഭിംബേത്ക എന്ന സ്ഥലത്ത് നിന്നാണ്. അടുത്തത് ഹണ്ടിങ് ആണ്. ഹണ്ടിങ്ങിനെയാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത്. ഇതും സെയിം സ്ഥലത്ത് നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ബോറാണ്. ബോർ എന്ന് പറഞ്ഞാൽ കാട്ടുപന്നിയാണ്. ഈ ചിത്രം ലഭിച്ചിരിക്കുന്നത് സ്പെയിനിലെ അൾട്ടാമിറയിൽ നിന്നാണ്. അടുത്തത് ബൈസൺ. ബൈസൺ എന്ന് പറഞ്ഞാൽ കാട്ടുപോത്ത്. ഇത് ലഭിച്ചിരിക്കുന്നത് ഫ്രാൻസിലെ ഷോലയിൽ നിന്നാണ്. വാട്ട് ഇൻഫോർമേഷൻ അബൌട്ട് ദ ലൈഫ് ഓഫ് ഏർലി മാൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദീസ് പിക്ചേഴ്സ്? ഈ ചിത്രങ്ങളിൽ നിന്ന് പ്രാചീന മനുഷ്യരുടെ ജീവിത രീതിയെക്കുറിച്ച് എന്തെല്ലാം അറിവുകളാണ് നമുക്ക് ലഭിക്കുന്നത്? ഫസ്റ്റ് പോയിന്റ്, ഹണ്ടഡ് അനിമൽസ്. അവർ മൃഗങ്ങളെ വേട്ടയാടിയാണ് ജീവിച്ചിരുന്നത്. കളക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്. ഗ്രൂപ്പ് ഡാൻസിൻ്റെ പിക്ചർ കാണുമ്പോൾ നമുക്കറിയാം അവർ സംഘമായി വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദേ എക്സ്പേർട്ട് ഇൻ ആർട്ട്. അതായത് ഗുഹകളിലൊക്കെ ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർ കലയിൽ നല്ല വൈദഗ്ധ്യമുള്ളവരായിരുന്നു. വാട്ട് ഇൻഫോർമേഷൻ അബൌട്ട് ദ പാലിയോലിത്തിക് ഹ്യൂമൻ ലൈഫ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ കേവ്സ്? ഗുഹകളിൽ നിന്ന് പാലിയോലിത്തിക് ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് എന്തെല്ലാം അറിവുകളാണ് ലഭിക്കുന്നത്? അതെല്ലാം നമുക്ക് പോയിന്റ് വൈസ് പഠിക്കാം. അവരുടെ ടൂൾസ് എന്താണ്, സോഷ്യൽ ലൈഫ് എങ്ങനെയായിരുന്നു, ഫുഡ് എന്താണ്, പ്ലാനിങ് ഉണ്ടായിരുന്നോ, പിന്നെ ഷെൽട്ടർ, അവരെവിടെയാണ് താമസിച്ചിരുന്നത്, ആർട്ടിസ്റ്റിക് സ്കിൽസ്, അവരുടെ കഴിവുകൾ, മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, അതായത് അവരുടെ ജീവിതമാർഗം, പിന്നെ യൂസ് ഓഫ് ഫയർ, തീ ഉപയോഗിച്ചിരുന്നോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഇനി പഠിക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ടൂൾസ് ആണ്, ആയുധങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ദേ മെയിൻലി യൂസ്ഡ് വെപ്പൺസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ്. ദേ ഓൾസോ യൂസ്ഡ് ബോൺസ് ഓഫ് ആനിമൽസ്, ഐവറി, പീസസ് ഓഫ് വുഡ് എക്സെട്ര ആസ് വെപ്പൺസ്. ഇവർ മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത് കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങളായിരുന്നു. കൂടാതെ മൃഗങ്ങളുടെ അസ്ഥി, ആനക്കൊമ്പ്, പിന്നെ തടിക്കഷ്ണങ്ങളെല്ലാം ഇവർ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു. മൃഗങ്ങളുടെ അസ്ഥി കൊണ്ടാണ് ഇവർ തോലുകളൊക്കെ നെയ്തിരുന്നത്. അടുത്ത പോയിന്റ്, സോഷ്യൽ ലൈഫ്. അവരുടെ സാമൂഹ്യ ജീവിതം എങ്ങനെയായിരുന്നു? ദ പാലിയോലിത്തിക് ഹ്യൂമൻസ് ഹണ്ടഡ് കളക്റ്റീവ്ലി. ദ സ്ട്രോങ്ങർ എമംഗ് ദം ലെഡ് ദ ഗ്രൂപ്പ്. ദർ വാസ് നോ ജെൻഡർ ഡിഫറൻസ് ഇൻ ഹണ്ടിങ്. ദേ കളക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്. പാലിയോലിത്തിക് ഹ്യൂമൻസ് കൂട്ടമായാണ് വേട്ടയാടിയിരുന്നത്. അവരിൽ ശക്തനായ ആളായിരുന്നു ആ ഒരു ഗ്രൂപ്പിനെ നയിച്ചിരുന്നത്. വേട്ടയാടുന്നതിന് സ്ത്രീ പുരുഷ വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ പറയുന്നത് അവർ സംഘമായി വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അടുത്തത് അവരുടെ ഫുഡ് എന്തൊക്കെയായിരുന്നു നോക്കാം. ദേ എയ്റ്റ് ദ ഫ്ലഷ് ഓഫ് 100 അനിമൽസ് ആൻഡ് കാർക്കാസസ്. കാർക്കാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്ത മൃഗങ്ങളുടെ മാംസം എന്നൊക്കെ പറയാം. ദേ എയ്റ്റ് കുക്ക്ഡ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രഷ് വാട്ടർ ഫിഷസ് വെർ ദെയർ ഫുഡ്. അവർ വേട്ടയാടി കിട്ടിയ മൃഗങ്ങളുടെ മാംസവും ചത്ത മൃഗങ്ങളുടെ മാംസവും എല്ലാം ഭക്ഷിച്ചിരുന്നു. പിന്നെ തീയിൽ പാകം ചെയ്ത ഭക്ഷണവും അവർ കഴിച്ചിരുന്നു. കൂടാതെ പഴങ്ങൾ, പച്ചക്കറികൾ, ശുദ്ധജല മത്സ്യങ്ങളെല്ലാം അവരുടെ ഭക്ഷണമായിരുന്നു. അടുത്ത പോയിന്റ്, പ്ലാനിങ്. കേവ് പെയിൻറ്റിങ്സ് ആർ ദ എവിഡൻസ് ഫോർ ദെയർ പ്ലാനിങ് ഓഫ് ദ ഹണ്ടിങ് ഗ്രൗണ്ട് ആൻഡ് ദ പ്രേ. വേട്ടയാടേണ്ട ജീവി, വേട്ടയാടുന്ന സ്ഥലം എന്നിവയെക്കുറിച്ച് നല്ലൊരു പ്ലാനിങ് അവർക്കുണ്ടായിരുന്നു എന്ന് ഗുഹാചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് ഷെൽട്ടർ ആണ്. ദേ ലിവ്ഡ് ഇൻ കേവ്സ്. ഇവരെല്ലാം ഗുഹകളിലാണ് ജീവിച്ചിരുന്നത്.
അടുത്ത പോയിന്റ് ആർട്ടിസ്റ്റിക് സ്കിൽസ് ആണ്. അവരുടെ കഴിവുകൾ എന്തെല്ലാമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ദേ എക്സ്പേർട്ട് ഇൻ ആർട്ട്, അവർ കലയിൽ നല്ല വൈദഗ്ധ്യമുള്ളവരായിരുന്നു. ഡിഫറെൻറ്റ് കളേഴ്സ് were used. കളേഴ്സ് were made from mixtures of plant extract and powdered laterite. The figures of bison, boar, horse, deer, lion, leopard, bear, hyena, etc. can also be seen in caves. ഗുഹകളിൽ ചിത്രം വരയ്ക്കാൻ അവർ പലതരം കളേഴ്സ് യൂസ് ചെയ്തിരുന്നു. ഈ കളേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത് ചെടിച്ചാറുകളിൽ നിന്നും ചെങ്കൽ പൊടികളിൽ നിന്നുമായിരുന്നു. കാട്ടുപന്നി, കാട്ടുപോത്ത്, കുതിര, മാൻ, സിംഹം, പുലി, കരടി, കഴുതപ്പുലി എന്നിവയുടെ ചിത്രങ്ങളെല്ലാം ഗുഹാചിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. Pictures were drawn on the ceilings of the caves stands in evidence of the dexterity of early humans. ഗുഹകളുടെ സീലിങ്ങിലൊക്കെ വരച്ചിരിക്കുന്ന പിക്ചേഴ്സ്, അതായത് ഗുഹകളുടെ മുകൾ ഭാഗത്തൊക്കെ വരച്ചിരിക്കുന്ന പിക്ചേഴ്സിൽ നിന്ന് പ്രാചീന മനുഷ്യരുടെ കരവിരുത് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത പോയിന്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. അവർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? അത് നമുക്കറിയാം, വേട്ടയാടിയാണ് അവർ ജീവിച്ചിരുന്നത് അല്ലേ. ദേ ഫൗണ്ട് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഫ്രം ഹണ്ടിങ് ആയിരുന്നു അവരുടെ ജീവിത മാർഗം. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് യൂസ് ഓഫ് ഫയർ. തീയുടെ ഉപയോഗം എങ്ങനെയായിരുന്നു? Animals' fat was used as fuel for lighting in the caves where sunlight was insufficient. അതായത് സൂര്യപ്രകാശമില്ലാത്ത ഗുഹകളിലെല്ലാം മൃഗക്കൊഴുപ്പ് കത്തിച്ചിട്ടാണ് അവർ ലൈറ്റ് പ്രകാശമുണ്ടാക്കിയിരുന്നതെന്ന് പറയുന്നത് ഗുഹകളുടെ ഉള്ളിൽ. പിന്നെ ഫയർ യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് തീ യൂസ് ചെയ്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ കുക്കിംഗ് ഫുഡ്. ഭക്ഷണം പാകം ചെയ്യാനും അവർ തീ യൂസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് പാലിയോലിത്തിക് ഏജിൽ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. സ്റ്റോൺ സ്റ്റാറ്റ്യൂട്ട്സ് വേർ മെയ്ഡ്. കൽപ്രതിമകളെല്ലാം അവരുണ്ടാക്കിയിരുന്നു. ഹ്യൂമൻ ഫിഗേഴ്സ് വേർ മൗൾഡഡ് ഫ്രം ക്ലേ. കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നു. വെസൽസ് വേർ വൂവൺ ഔട്ട് ഓഫ് ബാർക്ക് ഫൈബർ. മരനാരുകൾ കൊണ്ട് അവർ പാത്രങ്ങൾ നെയ്തുണ്ടാക്കി. Pictures were drawn on the bones and horns of animals and the caves and rocks. അതായത് മൃഗങ്ങളുടെ കൊമ്പിലും എല്ലിലും പിന്നെ ഗുഹകളിലും പാറയമേയും എല്ലാം അവർ ഈ കല്ലുകൾ കൊണ്ട് പിക്ചേഴ്സ് വരച്ചിരുന്നു. ഓർണമെൻറ്റ്സ് ഓഫ് ഐവറി, ബോൺ, സ്റ്റോൺസ് ആൻഡ് ഷെൽസ് വേർ മെയ്ഡ്. ആനക്കൊമ്പ്, എല്ല്, കല്ല്, പിന്നെ അതുപോലെ തന്നെ ചിപ്പി എന്നിവയെ കൊണ്ടൊക്കെ അവർ ഓർണമെൻറ്റ്സ്, ആഭരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വേർ മെയ്ഡ് ഔട്ട് ഓഫ് ബോൺസ്. എല്ലുകൾ കൊണ്ട് സുഷിരവാദ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അപ്പം ഇത്രയുമാണ് നമുക്ക് പാലിയോലിത്തിക് ഏജിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം പറയുന്നത്, പാലിയോലിത്തിക് ഏജിൽ, അതായത് പ്രാചീന ശിലായുഗത്തിൽ ഏറ്റവും ഫേമസ് ആയ ഒരു സ്ഥലമായിരുന്നു നമ്മളുടെ മധ്യപ്രദേശിലെ ഭിംബേത്ക. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ റോക്ക് ഷെൽട്ടേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് അതായത് കല്ലുകൾ കൊണ്ടുള്ള വാസസ്ഥലങ്ങളായിരുന്നു അവിടെ കൂടുതലായും കണ്ടിരുന്നത്. പാലിയോലിത്തിക് ഹ്യൂമൻ ലൈഫിനെ കുറിച്ചുള്ള ഒരുപാട് തെളിവുകൾ ഈ ഒരു സൈറ്റിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് പാലിയോലിത്തിക് സൈറ്റ്സ് ആണ് ഇതിൽ തന്നിരിക്കുന്നത്. ഇതിലെ ഈ സൈറ്റ്സ് ഒക്കെ ഏത് സ്റ്റേറ്റിലാണെന്ന് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് ഏതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഭിംബേത്കയാണ്. ഭിംബേത്ക സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അടുത്തത് നർമ്മദ വാലി. നർമ്മദ വാലി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഈ 3 സ്റ്റേറ്റിലും കൂടെയാണ് നർമ്മദ വാലി സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നാഗാർജുന കൊണ്ട, അത് ആന്ധ്രാപ്രദേശിലാണ്. അടുത്തത് ഹൻസ്ഗി കർണാടകയിലാണ്. കുർണൂൽ കേവ്സ് ആന്ധ്രാപ്രദേശിലാണ്. അടുത്ത ഏജ് എന്ന് പറയുന്നത് മെസോലിത്തിക് ഏജ് ആണ്, അഥവാ മധ്യശിലായുഗം. പ്രാചീന ശിലായുഗം കഴിഞ്ഞ് അപ്പം തന്നെ അതിന് തുടർച്ചയായിട്ട് തന്നെയുള്ള ഒരു കാലമാണ് ഈ മധ്യശിലായുഗം. ഈ മെസോലിത്തിക് ഏജ് മൈക്രോലിത്തിക് ഏജ് എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മൈക്രോലിത്തിക് ഏജ് എന്നറിയപ്പെടാൻ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മൈക്രോ എന്ന് പറഞ്ഞാൽ സ്മോൾ, അതായത് ചെറുത് എന്നാണ് അർത്ഥം. ദേ യൂസ്ഡ് സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിൻറ്റ്സ്. മെസോലിത്തിക് ഏജിൽ അവിടുത്തെ ആളുകൾ നല്ല കൂർത്ത മുനയുള്ള ചെറിയ കല്ല് കൊണ്ടുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇത് മൈക്രോലിത്തിക് ഏജ് എന്നറിയപ്പെടാൻ കാരണം. അടുത്ത പോയിന്റ് ഹണ്ടിങ്ങിനെ കുറിച്ച് നോക്കാം. അതായത് അവരുടെ വേട്ടയാടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ദേ ഹണ്ട് അനിമൽസ് ബൈ ഫാസ്റ്റണിങ് ടു ബി പോൾ
Hunting became extensive, many animals became extinct. Example, mammoth. അതായത് ഒരു കമ്പിൽ കല്ല് കെട്ടിയിട്ട് ദൂരെ നിന്നാണ് അവർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നത്. വേട്ടയാടൽ വ്യാപകമായത് ഈ ഒരു ഏജിലാണ്, മെസോലിത്തിക് ഏജിലാണ്, അഥവാ മധ്യശിലായുഗത്താണ്. ഒരുപാട് മൃഗങ്ങൾക്ക് വംശനാശം സംഭവിച്ചു. അതിലൊന്നാണ് മാമത്ത്. പിന്നെ അവരുടെ ഫുഡാണ് പറയുന്നത്. ദേ ഏറ്റ് എഡിബിൾ ഗ്രാസ്, ഡോൾഫിൻ, ഓട്ടർ, വെയിൽ, ഫിഷ്. അതായത് ഭക്ഷ്യയോഗ്യമായ പുല്ലുകൾ, ഡോൾഫിൻസ്, നീർനായ്, തിമിംഗലം, പിന്നെ മത്സ്യങ്ങളെല്ലാം അവർ ഫുഡാക്കിയിരുന്നു. ഇനി നമുക്ക് മെസോലിത്തിക് ഏജിനെ കുറിച്ച് എവിഡൻസ്, അതായത് തെളിവുകൾ എവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. വേരിയസ് കൺട്രീസ് ഇൻ യൂറോപ്പ് ആൻഡ് വെസ്റ്റ് ഏഷ്യ. വെസ്റ്റ് ഏഷ്യയിൽ, യൂറോപ്പിലും പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ 2 സ്ഥലങ്ങളിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജസ്ഥാനിലെ ബാഗോർ ആൻഡ് മധ്യപ്രദേശിലെ ആദംഗഡ്. ഇനി നമുക്ക് മെസോലിത്തിക് ഏജിലെ സവിശേഷതകൾ നോക്കാം. ബിഗാൻ സെറ്റിൽഡ് ലൈഫ്, അതായത് സ്ഥിരവാസം സ്റ്റാർട്ട് ചെയ്തത് മെസോലിത്തിക് ഏജിലാണ്. വാസ് ഏബിൾ ടു ഹണ്ട് അനിമൽസ് ഫ്രം എഫർ, അതായത് ദൂരത്ത് നിന്ന് മൃഗങ്ങളെ വേട്ടയാടാൻ തുടങ്ങി. ബോ ആൻഡ് ആരോസ് വെർ യൂസ്ഡ് ഫോർ ഹണ്ടിങ്, അമ്പും വില്ലൊക്കെ വേട്ടയാടുന്നതിന് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങി. ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ്, മൃഗങ്ങൾ മീൻസ് നായകളെ ഇണക്കി വളർത്തി. ബിഗാൻ ടു എക്സ്ചേഞ്ച് ഫുഡ്, ടൂൾസ്, ഓർണമെന്റ്സ് എക്സെട്ര, ഭക്ഷണങ്ങളും ആയുധങ്ങളും ആഭരണങ്ങളും എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ലോഗ്സ് വർ ടൈഡ് ടുഗെദർ ആൻഡ് യൂസ്ഡ് ഫോർ നാവിഗേഷൻ, മരത്തടികൾ കൂട്ടിക്കെട്ടി ഒരു ചങ്ങാടം പോലെ ഉണ്ടാക്കിയിട്ട് അവരത് ജലയാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അടുത്തത് നിയോലിത്തിക് ഏജ് ആണ്. നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗം. ഇത് നമുക്കും ഓരോ കുഞ്ഞു സെക്ഷനുകളായിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ടൂൾസ് ആണ്. ദേ യൂസ്ഡ് പോളിഷ്ഡ് ടൂൾസ്. അവർ പോളിഷ്ഡ് ടൂൾസ് ആണ് ഉപയോഗിച്ചിരുന്നത്. പോളിഷ്ഡ് ടൂൾസ് എന്ന് പറഞ്ഞാൽ ഈ കല്ലുകളൊക്കെ മിനുസപ്പെടുത്തിയിട്ടുള്ള ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. വീൽസ് വെർ യൂസ്ഡ് ടു ക്യാരി ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഗുഡ്സ് കൊണ്ടുപോകാൻ അവർ ചക്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. പിന്നെ കൾട്ടിവേഷൻ ആണ് പറയുന്നത്, അതായത് കൃഷിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ദേ സ്റ്റാർട്ടഡ് ഫുഡ് പ്രൊഡക്ഷൻ, അതായത് ഇപ്പോൾ കഴിഞ്ഞ 2 യുഗങ്ങളിൽ അവർ വേട്ടയാടി ആണ് ഭക്ഷിച്ചിരുന്നത്. പക്ഷേ നിയോലിത്തിക് ഏജിൽ ഫുഡ് പ്രൊഡക്ഷൻ ആണ്, അതായത് ഭക്ഷ്യം അവർ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫുഡ് അവർ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി നിയോലിത്തിക് ഏജിൽ. അപ്പോൾ അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. സ്വയമായിട്ട് ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കുറച്ച് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, പോപ്പുലേഷൻ ഗ്രോത്ത്. എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് ആണ്. കാലാവസ്ഥ മാറുമ്പോൾ ചിലപ്പോൾ ഒരു സമയത്ത് കിട്ടുന്ന ഫുഡ് നമുക്ക് അടുത്ത സമയത്ത് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ കൃഷി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, ഇപ്പോൾ ഒരു സ്ഥലത്ത് അവർ ചെന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതെല്ലാവർക്കും തികയണമെന്നില്ല, ലഭ്യത കുറവായിരിക്കും ഭക്ഷണത്തിൻ്റെ. അപ്പോൾ അവരെന്ത് ചെയ്തു? കൃഷി സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്? കൃഷി ചെയ്യുകയാണെന്ന് അവർക്ക് തോന്നി. അങ്ങനെ നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗത്തിൽ അവർ കൃഷിക്ക് തുടക്കം കുറിച്ചു. എന്തൊക്കെയാണ് അവർ കൃഷി ചെയ്തതെന്ന് നോക്കാം. വീറ്റ്, ബാർലി, ജൂട്ട്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ട്യൂബേഴ്സ്, പാഡി, പ്ലാന്റെയിൻ. ഗോതമ്പ്, ബാർലി, ചണം, പിന്നെ പലതരത്തിലുള്ള കിഴങ്ങുകൾ, നെല്ല്, വാഴയൊക്കെയാണ് അവർ കൃഷി ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ കാറ്റൽ റിയറിങ്, അതായത് കന്നുകാലി പരിപാലനവും ഉണ്ടായിരുന്നു. ദേ ബിഗാൻ ടു റിയർ അനിമൽസ് ഫോർ ഫുഡ്. എന്തിനു വേണ്ടിയാണ് അവർ അനിമൽസിനെ റിയർ ചെയ്തത്? ഫുഡിന് വേണ്ടിയിട്ടാണ്. അതായത് എന്താണ്, മിൽക്ക്, മാംസം, അങ്ങനെയുള്ള ഫുഡിന് വേണ്ടിയിട്ടാണ് അവർ മൃഗങ്ങളെ വളർത്തിയിരുന്നത്. പിന്നെ അവരുടെ സോഷ്യൽ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. ദേ കൾട്ടിവേറ്റ് ആൻഡ് സെറ്റിൽ ഡൗൺ ഇൻ ദ റിവർ വാലീസ്. അപ്പോൾ കൃഷി ചെയ്യാൻ എളുപ്പം എപ്പോഴും എവിടെയാണ്? ജലലഭ്യത ഉള്ളിടത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിവറിൻ്റെ സൈഡിലൊക്കെയാണ് അവർ കൃഷി ചെയ്യുന്നത്. അവിടെ തന്നെ അവർ സ്ഥിരവാസം ഉറപ്പിച്ചു. സെറ്റിൽഡ് ലൈഫ് ഫോർ കൾട്ടിവേഷൻ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്. അപ്പോൾ കൃഷി ചെയ്യുന്നതിനും മൃഗങ്ങളെ വളർത്തുന്നതിനൊക്കെ വേണ്ടി അവർ എന്ത് ചെയ്തു? ഒരു സെറ്റിൽഡ് ലൈഫ്, ഒരു സ്ഥിരവാസം അവർ ആരംഭിച്ചു. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ലെഡ് ടു എ കളക്റ്റീവ് ലൈഫ്. സ്ഥിരമായിട്ട് അവിടെ താമസിക്കുന്നത് മൂലം അതെന്തിലേക്ക് നയിച്ചു? ഒരു കളക്റ്റീവ് ലൈഫിലേക്ക്, ഒരു സംഘമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്.
ഇനി നമുക്ക് നിയോലിത്തിക് സൈറ്റ്സ് എവിടെയൊക്കെയാണെന്ന് നോക്കാം. അതായത് നവീന ശിലായുഗത്തിലെ തെളിവുകൾ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? എടക്കൽ കേവ്സ്, പിന്നെ ലേക്ക് വില്ലേജ് ഇൻ സ്വിറ്റ്സർലൻഡിലെ ഒരു ലേക്ക് വില്ലേജ്, പിന്നെ ജെറിക്കോ ഇൻ പാലസ്തീൻ. ഇവിടങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് നിയോലിത്തിക് ഏജിനെ കുറിച്ചുള്ള തെളിവുകൾ ലഭിക്കുന്നത്. ഇനി സ്വിറ്റ്സർലൻഡിലെ ലേക്ക് വില്ലേജിനെ കുറിച്ച് നോക്കാം. ഡ്വെല്ലിങ്സ് വേർ കൺസ്ട്രക്റ്റഡ് യൂസിങ് ലോഗ്സ്, ആനിമൽ സ്കിൻ ആൻഡ് മഡ്. അതായത് വാസസ്ഥലങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത് തടികൾ, മൃഗങ്ങളുടെ സ്കിന്ന്, ചെളി എന്നിവ കൊണ്ടായിരുന്നു. വാൾസ് ആൻഡ് ഹൗസസ് ബിൽഡ് ഓഫ് സ്റ്റോൺസ്. കല്ലുകൾ കൊണ്ടാണ് ചുമരുകളും വീടുകളും എല്ലാം ഉണ്ടാക്കിയിരുന്നത്. ഹ്യൂമൻ ലൈഫ് സ്പ്രെഡ് ഫാർ ആൻഡ് വൈഡ്. അങ്ങനെ ആ ഒരു മനുഷ്യ ജീവിതം നിയോലിത്തിക് ഏജിൽ എല്ലായിടത്തേക്കും വ്യാപിച്ചു എന്നാണ് പറയുന്നത്. അതിന് 3 കാരണങ്ങളാണ് ഇതിൽ പറയുന്നത്. പോപ്പുലേഷൻ ഗ്രോത്ത്, നെസസിറ്റി ഫോർ കൾട്ടിവേബിൾ ആൻഡ് ഹാബിറ്റബിൾ ലാൻഡ് ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. അതായത് ജനസംഖ്യാ വർധനവ്, പിന്നെ നല്ലൊരു കൃഷി ചെയ്യാനും താമസിക്കാനുള്ള സ്ഥലത്തിൻ്റെ ആവശ്യകത, കൂടാതെ ജലഗതാഗതവും നമ്മളുടെ ഹ്യൂമൻ ലൈഫ് എല്ലായിടത്തേക്കും വ്യാപിപ്പിച്ചു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് നിയോലിത്തിക് ഏജിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വർ യൂസ്ഡ്. മിനുസപ്പെടുത്തിയതും കൂർത്തതുമായ കല്ലിൻ്റെ ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്സ് വർ യൂസ്ഡ്. മരത്തിൻ്റെ പിടിയുള്ള കോടാലികളും അരിവാളുകളും അവർ ഉപയോഗിച്ചിരുന്നു. മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ. കളിമണ്ണ് കൊണ്ട് കുടങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. വുഡൻ വീൽസ് വർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പോട്ടറി. അതായത് മരത്തിൻ്റെ ചക്രങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നത് പോട്ടറി എന്ന് പറഞ്ഞാൽ കളിമൺ പാത്ര നിർമ്മാണം, അതിനു വേണ്ടിയിട്ട് അവർ മരത്തിൻ്റെ ചക്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. റാഫ്റ്റ്സ് വർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. റാഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ചങ്ങാടാണ്. ഗതാഗതത്തിന് വേണ്ടി ചങ്ങാടങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഓർണമെൻറ്റ്സ് വർ മെയ്ഡ് ഓഫ് സ്റ്റോൺ, വുഡ് ആൻഡ് ബോൺ. കല്ലുകൊണ്ടും മരങ്ങൾ കൊണ്ടും എല്ലുകൾ കൊണ്ടും അവർ ആഭരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പ്ലഫ്ഷെയർ ആൻഡ് സ്പേഡ് വർ മെയ്ഡ് ഓഫ് വുഡ്. കലപ്പയും തൂമ്പയും എല്ലാം അവർ മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഹാർപൂൺസ് ആൻഡ് ഫിഷിംഗ് ഹുക്സ് വർ യൂസ്ഡ് ഫോർ ഫിഷിംഗ്. അതായത് ചാട്ടുളിയും ചൂണ്ടക്കുളത്തും എല്ലാം അവർ മത്സ്യബന്ധനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു, ഫിഷിങ്ങിന് വേണ്ടിയിട്ട്. ഇനി പറയണ ക്ലോത്ത്സ് വൂവൺ ഔട്ട് ഓഫ് ജൂട്ട് ഫൈബർ വർ സ്യൂൺ യൂസിങ് നീഡിൽസ് ഫാഷൻഡ് ഫ്രം ബോൺസ്. അതായത് എല്ലുകൾ യൂസ് ചെയ്തിട്ട് അവർ ചണനാരുകളൊക്കെ തുന്നിക്കൂട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നിയോലിത്തിക് ഏജിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നിയോലിത്തിക് സൈറ്റിന് ഒരു എക്സാമ്പിളും കൂടെ തന്നിട്ടുണ്ട്. അതാണ് ജെർമോ വില്ലേജ്. ഇത് സ്ഥിതി ചെയ്യുന്നത് നോർത്തേൺ ഇറാഖിലാണ്. പിന്നെ ഇവിടെ കാശ്മീരിൽ നിന്ന് കണ്ടെടുത്ത ഡെക്കറേറ്റഡ് പോട്ട് ആൻഡ് സ്റ്റോൺ ടൂൾസ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ഇതിൽ നിയോലിത്തിക് സൈറ്റ്സ്, നമ്മുടെ ഇന്ത്യയിലെ നിയോലിത്തിക് സൈറ്റ്സ് എല്ലാം തന്നിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനാണ് കാൽക്കുലിത്തിക് ഏജ് അഥവാ താമ്രശിലായുഗം. ഈ കാലത്ത് സ്റ്റോൺ ടൂൾസിന് പുറമെ അവർ കോപ്പർ ടൂൾസും ഉപയോഗിക്കാൻ തുടങ്ങി. കല്ലുകൾക്ക് പുറമെ ചെമ്പ് കൊണ്ടുള്ള ആയുധങ്ങളും അവർ ഉപയോഗിച്ച് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇതൊരു മെറ്റൽ ഏജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാൽക്കുലിത്തിക് ഏജിലെ എവിഡൻസ് നമുക്ക് തരുന്നത് 2 സൈറ്റുകളാണ്. അത് ഒന്നെന്ന് പറയുന്നത് തുർക്കിയിലെ കാറ്റൽ ഹൊയൂക്ക്, രണ്ടാമത്തത് ബാലിച്ചിസ്ഥാനിലെ മഹർഗർ. ആദ്യം കാറ്റൽ ഹൊയൂക്കിനെ കുറിച്ച് നോക്കാം. തുർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അർബൻ സെറ്റിൽമെൻറ്റ്, റൂയിൻസ് ഓഫ് ഡ്വെല്ലിംഗ് വർ ഡിസ്കവേർഡ്. അതായത് അവിടെ പട്ടണങ്ങളായിട്ടാണ് അവിടുത്തെ ആളുകൾ താമസിച്ചിരുന്നത്. അവരുടെ വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളെല്ലാം ഈ കാറ്റൽ ഹൊയൂക്കിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഹട്ട്സ് വർ ബിൽഡ് യൂസിങ് മഡ് ബ്രിക്സ്. പിക്ചേഴ്സ് വർ ഡ്രോൺ ഓൺ ദ വാൾ ഓഫ് ഹട്ട്സ്. അവിടുത്തെ വീടുകളൊക്കെ ചെളിക്കട്ടകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഈ വീടുകളുടെ ചുമരിലൊക്കെ കുറേ പിക്ചേഴ്സ് വരച്ചിരുന്നു. പിന്നെ കൾട്ടിവേഷനാണ് പറയുന്നത്. അവർ വീറ്റ്, ബാർലി, മെയിനായിട്ട് ഗോതമ്പും ബാർലിയുമാണ് കൃഷി ചെയ്തിരുന്നത്. എക്സ്കവേഷൻസ് ആർ സ്റ്റിൽ ഇൻ പ്രോഗ്രസ്. അതായത് ഇപ്പോഴും അവിടെ ഖനനം നടക്കുന്നുണ്ട്. ഇനി മെഹർഗറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത് ബാലുചിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ മെയിൻ ക്രോപ്പ് എന്ന് പറയുന്നത് വീറ്റും ബാർലിയും തന്നെയാണ്.
ഹൗസസ് വിത്ത് ഓവൻ വേർ ബിൽറ്റ് ഓഫ് മഡ് ബ്രിക്സ്. ചെളിക്കട്ടകൾ കൊണ്ടൊക്കെ തന്നെയാണ് വീടുകൾ പണിതിരുന്നത്. പക്ഷേ ഒരു പ്രത്യേകതയുള്ളത് അവിടുത്തെ വീടുകളൊക്കെ ഓവനുള്ള വീടുകളായിരുന്നു. പിന്നെ പോട്ടേഴ്സ് വീൽ ഹാസ് ബീൻ ഡിസ്കവേർഡ്. എന്താണ്, കളിമൺ പാത്ര നിർമ്മാണത്തിന് വേണ്ടി ഉള്ള ആ ഒരു മരച്ചക്രമില്ലേ, അതൊക്കെ അവിടെ നിന്ന് കണ്ടുപിടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർ കളിമൺ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതിലൊരു പിക്ചറും തന്നിട്ടുണ്ട്, അവരുടെ ഒരു ക്ലേ പോട്ടിൻ്റെ പിക്ചറും തന്നിട്ടുണ്ട്. പിന്നെ ഒരു മാപ്പാണ് തന്നിരിക്കുന്നത്. അതിൽ കാൽക്കോലിത്തിക് സൈറ്റ്സ്, ഇന്ത്യയിലെ കാൽക്കോലിത്തിക് സൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ നോക്കി മനസ്സിലാക്കിയാൽ മതി. പിന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ ഒരു പിക്ചർ, ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. സ്റ്റോൺ ഏജിന് അതിൽ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. ഈ 3 ഏജിലും സ്റ്റോൺ മാത്രമായിരുന്നു അവരുടെ ആയുധം. കാൽക്കോലിത്തിക് ഏജിൽ എന്തും കൂടെ വന്നു, കോപ്പറും കൂടെ വന്നു. അപ്പോൾ നമ്മൾ സ്റ്റോൺ ഏജിന് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, നിയോലിത്തിക് ഏജ് വരെ എഴുതാം. എന്നിട്ട് അഡീഷണൽ ആയിട്ട് കോപ്പർ യൂസ് ചെയ്തത് കൊണ്ട് 4മതൊരു ഏജും കൂടി ഉണ്ട്, അത് കാൽക്കോലിത്തിക് ഏജ് എന്ന് നമ്മൾ മെയിനായിട്ട് എഴുതണം. അല്ലെങ്കിൽ പിന്നെ സ്റ്റോൺ ഏജിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കാൽക്കോലിത്തിക് ഏജിൻ്റെ ഡെഫിനിഷൻ എഴുതുമ്പോൾ നമ്മൾ എഴുതണം സ്റ്റോണും കോപ്പറും അവർ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന്. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്താണ് ഞാനിവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട്സ് എഴുതാനോ അതല്ലെങ്കിൽ ഇപ്പോൾ എക്സാമിന് ഒന്ന് റെഫർ ചെയ്യാനൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.